In 3, 2, 1. Happy birthday, Minjata. Happy birthday, Acha. I love you. You're the best dad in the world. Here's a balloon for you. Happy birthday, Makle. Happy birthday. Happy birthday, Miku. Happy birthday. Happy birthday, Midun. Happy birthday. Happy birthday. Wish you a very happy birthday. Many happy returns of the day. जन्मदिन की बहुत बधाइयाँ. Feliz cumpleaños. Machi Miku, இனிய பிறந்தநாள் வாழ்த்துக்கள். Happy birthday. சந்தோஷ ஜென்மதின குட்டிக்கு. Let's say it together. 1, 2, 3. Happy birthday, Miku. സച്ചിനെ നീ എന്തോടെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നേ? മിഥുൻ ചേട്ടന്റെ ബർത്ത്ഡേ മെസ്സേജ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിന് നീ ഹാപ്പി അല്ലേ? ആവണ്ടേ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഹാപ്പിയാണ്, പക്ഷെ ബർത്ത്ഡേ മെസ്സേജ് അയച്ചു കൊടുക്കാൻ ഭയങ്കര പാടാ. അയ്യോ, ഞാൻ പഠിപ്പിച്ചട്ടെ. വാ. So, Midun Jeta, here's wishing you a great year ahead. Happy birthday. Thank you for being a great boss, mentor and an elder brother. മികു ചേട്ടാ, dear brother, have a wonderful birthday. ഇനി ഒരുപാട് അടിപൊളി ബർത്ത്ഡേകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി ഒരു തവണ കൂടെ. അടിപൊളി ഒരു തവണ. Okay. 1, 2, 3. അടിപൊളി ബർത്ത്ഡേ ബ്രോ. Mr. Hit FM, happy birthday. Hope you have a wonderful birthday. The big boss that you are. And as always, I hope you keep entertaining the audiences and all of us, and keep the energy going as always. God bless. Have a great birthday. Happy birthday. Happy birthday, Mithun. I hope you have a fantastic year, just like every other year, but more movies, more shows, and get more and more fabulous with every year. And your fantastic wife has organized this, so God bless her too, and what a sweet family you guys are. Happy birthday to you. Happy birthday to you. Happy birthday, dear Charu. Happy birthday to you. Hey Charu, happy birthday. Hi Midun. Hi. Hi there. ഹായ്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾക്കാർ ഇവിടെ പേർത്തിലാണ്. ഞങ്ങൾ പേർത്തിൽ നിന്ന് സംസാരിച്ചതാണ്. ഞങ്ങളിവിടെ ഒരു മഹാനായ ഒരു കാര്യങ്ങളെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ 4ാമത്തെ M ആയ മിഥുന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണം തോന്നി. സോ വിഷിംഗ് എ സൂപ്പർ ഹാപ്പി ബർത്ത്ഡേ. എന്നെ മിസ് ചെയ്യുന്നടോ, തന്നെ മിസ് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. മറ്റന്നാളാണ് പ്രോഗ്രാം. അവിടെ എന്തായാലും പിറന്നാൾ ഗംഭീരാക്കണം, അടിച്ചു പൊളിക്കുക. അതെ, ദുബായിലുണ്ടെങ്കിൽ നല്ലൊരു എവന്റെ സർപ്രൈസ് ഒക്കെ തരാന്ന്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഇനി അയച്ചുകൊണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Miku. I wish you a very happy birthday. Many happy returns of the day, Miku. You are not like a son, but my son. ഒരു മകൻ എങ്ങനെയായിരിക്കണം അമ്മയോട് you have shown to me, and thank you so much, Miku, for being my son. May God, Guruvayurappa, shower all his blessings on you. സ്കൂളിലെ പല കഥകളും എനിക്കറിയാം. ഞാനതൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ പബ്ലിക്കാക്കാം, ഡയലായിട്ട് പറയാം. ഞാൻ ചെയ്യുന്നില്ല. ആകെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ. വയസ്സായി, ഇനിയെങ്കിലും നന്നാവാൻ നോക്കുക, നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ നോക്കുക, നല്ല കുട്ടിയെല്ലാം നല്ല കളവനായിട്ട് ജീവിക്കാൻ നോക്കുക. ഹാപ്പി ബർത്ത്ഡേ. Hey Mithun, my lovely neighbor. I'm so happy to have you as a rarely neighbor to show up. Happy birthday, my dear. I wish you all the best. You are the best. Happy birthday, Miku Jeta. Happy birthday, dear Midun uncle. Happy birthday to you. Hi Macha. Happy birthday. Sammy says, meow meow. Translation is, happy birthday to you. Have loads of fun. God bless you and have a great year ahead. Meow. പിന്നെ എപ്പോഴും കരച്ചില്ല. നിന്റെ മോൻ കരയണ എല്ലാത്തിനും കരച്ചില്ലേ. അത് പ്രസവിച്ചപ്പം കരയാതെ വന്നതുകൊണ്ടാണ് അവൻ കരയണതെന്ന് പറയും. പ്രസവിച്ച് വയറ്റിൽ കിടന്ന് നീ ശ്വാസം വലിച്ചില്ല, അപ്പം പിന്നെ ഇറങ്ങി വന്നപ്പം കരഞ്ഞില്ലല്ലോ.
അതുകൊണ്ടാണ് നിന്നെ മോങ്ങി മിക്കു പോങ്ങി മിക്കു എന്ന് വിളിക്കുന്നത്. ഇപ്പൊ അതുപോലെ ഉണ്ട് നിന്റെ മോക്കും എല്ലാത്തിനും കരച്ചില് തന്വിക്കുട്ടിക്ക്. അപ്പൊ ഞങ്ങള് പറയും മോങ്ങി മിക്കുവിന്റെ മോള് തന്നെയാണ് തന്വിക്കുട്ടി എന്ന് കേട്ടാ. ഹായ് മിഥുൻ, നിന്റെ ജന്മദിനത്തിൽ നിന്നെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് വിഷ് അയക്കണമെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ പറയേണ്ടതെന്ന്. എനിക്ക് ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തോളൊക്കെ ചരിച്ച് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ ഒരേപോലെ അവതരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് നീ മാർവാനിസ് കോളേജിലേക്ക് പ്രീ ഡിഗ്രി കാലത്ത് കയറി വന്നതൊക്കെയാണ്. അതിനുശേഷം നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർന്നു. നിൻ്റെ ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് UAE ഓരോ മലയാളികളും ആഘോഷിക്കുന്ന രീതിയിലേക്ക് നിൻ്റെ കരിയർ ഒരുപാട് വളർന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നിൻ്റെ ഈ ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. Many happy returns of the day. അപ്പോൾ മിഥുൻ, ഇത്തവണത്തെ ബർത്ത്ഡേയിൽ നമ്മൾ വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിഥുന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇതൊക്കെ നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടി തന്നെ നടക്കട്ടെ, സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. And we wish this year is full of happiness and joy. അല്ലേ, നമ്മ എല്ലാവരും ഉണ്ട് ഇവിടെ. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. അതെ, ഞാൻ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ മനസ്സിലായല്ലോ. Hey Mithun, wish you a very happy birthday. God bless you always. അവിടെ ഇംഗ്ലീഷ് ചേർത്തിയാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear uncle. Happy birthday to you. We love you. Mwah. Happy birthday, Mithun. Have a great day and a great year ahead. Happy birthday, Mithun uncle. Happy birthday, Mithun. Happy birthday to you. Mithun uncle, you rock. ഹാപ്പി ബർത്ത്ഡേ മിക്കുചേട്ടാ. മിക്കുചേട്ടനെ കുറിച്ച് എന്തോ പറയാനായിട്ട്, ഞാൻ കൊച്ചിലെ കണ്ട് വളർന്ന് പഠിച്ച് എല്ലാം വളർന്നത് മിക്കുചേട്ടനെ കണ്ടാണ്. സിനിമ ഇപ്പോൾ മോഹൻലാൽ ഫാനായത്, സിനിമയെക്കുറിച്ച് ഇപ്പോൾ മിക്കുചേട്ടൻ പറഞ്ഞു തരുന്ന ന്യൂസൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചെന്ന് പറഞ്ഞ് ആളാവുന്നതും, പിന്നെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക്, ട്രഷർ ഹണ്ട്, പിന്നെ മരത്തിൽ തൊട്ട് കളി, എന്തൊക്കെ കളിയാണ് നമ്മൾ കളിച്ചത് എല്ലാവരും കൂടെ. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിക്കുചേട്ടനെ ഇപ്പോൾ കാണാൻ പോലും അങ്ങനെ കിട്ടാറില്ല. എനിക്കും ഇപ്പോൾ ജോലിയായി, നമ്മൾ രണ്ടുപേരും രണ്ടിടത്ത് മിസ് ചെയ്യാറുണ്ട് ഇതെല്ലാം. ബട്ട് എന്താ പറയുക, എപ്പോഴും ഒരു റോൾ മോഡൽ എന്നൊരു വേണമെങ്കിൽ പറയാം. ഞാൻ ഇങ്ങനെ ആകണം, മിക്കുചേട്ടനെ പോലെ ഭയങ്കര കിടിലുമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഷൈൻ ചെയ്യണം എന്നൊക്കെയായിരുന്നു കൊച്ചിയിലെ ആഗ്രഹം. അതിപ്പം അതുപോലെ നടന്നില്ലെങ്കിലും അത്യാവശ്യ രീതിയിൽ ഞാൻ ഷൈൻ ചെയ്യുന്നുണ്ട്. To the most energetic, fun-loving person in the world that I know, dear Midun, happy birthday. Sandosha Janmadinam Kuttike. Happy birthday മച്ചനെ. ഉഷാറാക്ക് കേട്ടാ. Happy birthday Mithun. Hey Mithun, happy birthday. Have a wonderful, fabulous year. You've been an awesome PD. Clearly you don't have people like that in your team, so yeah, you've been absolutely wonderful. No, him, not you. Him. Happy birthday Mithun. Have a great, fantastic year, and I hope you have some amazing food on your birthday, please. Like always, like always, Hit FM has a great, the best food parties. You better have something really good, right? Really, delicious food. And from one Game of Thrones fan to another, Mithun, I wish peace in the land of Westeros. May all your houses always never fight. May you sit on the Iron Throne for many years to come. Just giving all the love that you've shown us right back to you. Wishing you tons of success, lots of love and happiness always. Happy birthday! We love you! Hi Mithun, wishing you a very happy birthday. We love you and wishing you the very best in life. Happy birthday. Mr. Mithun, happy birthday. Mithun, happy birthday. Mithun. Mithun, happy birthday. I can't believe it. Mithun. It's really your birthday. It's unbelievable. അച്ഛാ, തടി കുറച്ച് കൂടിയിട്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല.
happy birthday. Okay, so Rockstar, happy birthday to you. I know we don't catch up much, but yeah, you're just too good at what you do, and every single time I see you, I think maybe bhi dadi aisi hi honi chahiye, the one that you have, chonch wali. So happy birthday to you. Happy birthday to you. Hi. Janmadana Ashamsakha. Yes, happy birthday. Happy birthday. Hi Mithun, happy birthday. Happy birthday, Mick Mama. ാണ് എന്ത് ഭക്ഷണവും കഴിച്ചോളും. ഭക്ഷണം ഭയങ്കര ഇഷ്ടം, ഭക്ഷണപ്രിയനാണ്, ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എന്ത് ഭക്ഷണം കൊടുത്താലും ഇഷ്ടമാണ്. പക്ഷെ ചോറൊക്കെ ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്ന ആൻറ്റി എന്നോട് പറയും, ഇടി മുട്ട ഒരുക്കുക എന്നൊക്കെ പറയും. മുട്ടയെല്ലാം പിടിച്ചിട്ട് കുറേ മീനും ചോറും ഒക്കെ ആയിട്ട് വെഴുകി അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലേ, മിക്കൂന് കൊടുക്കും, അവർക്കും കൊടുക്കും, ഞാനും കഴിക്കും. അങ്ങനെയായിട്ട് ഞങ്ങൾ രണ്ടും ഒപ്പത്തിനൊപ്പമായിട്ട് തിന്നുന്ന കാര്യത്തിൽ. അതൊക്കെ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അല്ലേ? ഓർമ്മകളെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അതൊക്കെ. ഇനി ഒരിക്കലും അങ്ങനെ വരുവില്ല, അല്ലേ? Happy birthday, happy birthday, happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday, Mithun. നമസ്കാരം അളിയ. ഞാനാണ് ശരിക്കും ആ പാട്ട് പാടായിരുന്നത്. പക്ഷെ റിയാസ് പാടിയതുകൊണ്ട് ഇനിയിപ്പോൾ അത് പാടാൻ പറ്റില്ലല്ലോ. പിന്നെ നല്ല കാര്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് നാളെ ഓഫീസിൽ വരേണ്ടതാണ്. നീ എന്നെ അല്ലേ കൊന്ന് കൊല വിളിക്കും. നിന്റെ കുഞ്ഞംസ് വിളി കേൾക്കാൻ എനിക്ക് വയ്യ. Mithun, you are an amazing person. Be like how you are. Happy birthday to you, dude. Let's have a celebration soon. Cheers, man. Happy birthday, Bhaiya. When we are going to Thailand together, Habibi. Thailand! Happy birthday. لا بسويها يسموني حركتي. ها اوكي happy birthday Mithun. عادل say happy birthday. Happy birthday, Mithun. Wish you all the best in your life. Every day Mithun is running late to his show. Okay, his show begins at 5 o'clock. He's there in the studio only by 5:10. Mithun, for once, at least on your birthday, be on time. Here's wishing Mithun a very, very happy birthday. Bro, you absolutely rock. ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. പിന്നെ അന്ന് ആ ട്രോള് വന്ന പോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്നെ വെട്ടാൻ ഒരാളും ഇല്ല. എൻ്റെ ലൈഫിൽ ഞാനതിന് സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ മിനിറ്റിലും എനിക്കൊരു ബ്രദറില്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞിട്ടേയില്ല. എന്നെ എല്ലാ കാര്യത്തിലും നീ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് യു. ഈ ദിവസം പോലെയല്ല, നീ എല്ലാ ദിവസവും നിന്നെ കാണുന്ന പോലെ വളരെ ബബ്ലി ആയിട്ട് ഭയങ്കര എനർജി ആയിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വേഗം നിങ്ങൾക്ക് എങ്ങനെ എനർജി കിട്ടണം മിഥുൻ. പക്ഷേ ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. Happy birthday to Mithun. Happy birthday to you. Happy birthday, Mithun uncle. Happy birthday. നിന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രമാത്രം പോസിറ്റിവിറ്റിയും ഫുൾ ടൈം തമാശയും ഭയങ്കര പോസിറ്റീവ് എനർജി എങ്ങനെ നിന്നെ കൊണ്ട് മാത്രം ഇങ്ങനെ പറ്റുന്ന? സീരിയസ്ലി ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു മൂഡ് ഔട്ടായിട്ടോ എന്തെങ്കിലും വിഷമമായിട്ട് നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി തന്ന് നമ്മളെ ചാർജ് ചെയ്ത് വിടുന്ന ഒരു വ്യക്തിയാണ്. അതുതന്നെയാണ് നിന്റെ പ്രത്യേകത. ഈവൻ നീ എത്ര ബിസി ആയിരുന്നാലും ഇല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന ഒരു സ്ട്രേഞ്ചർ നിന്റെ അടുത്ത് വന്ന ഒരു ഫോൺ നമ്പർ ചോദിച്ച് ഒരു സഹായം വേണമെന്ന് ചോദിച്ചാൽ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മിഥുൻ. നിന്നെ ഇരുത്തി പുകഴ്ത്തുന്നതല്ല. ഇല്ല, ഞാനൊരു 17-20 വർഷത്തിന് മുമ്പ് കണ്ട മിഥുൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. മിഥുൻ, ഹാപ്പി ബർത്ത്ഡേ അളിയ. വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ന്യൂസ് പറയാം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ന്യൂസിനകത്ത് 2 തരം ആൾക്കാരെ പറയുന്നുണ്ട്. ഒന്ന് യെസ് പീപ്പിളും നോ പീപ്പിളും. 2 കോളമായിട്ട് തിരിച്ചിട്ട് യെസ് പീപ്പിളുടെ കോളത്തിൽ എഴുതുന്ന പേര് നിന്റെ ആയിരിക്കും അളിയ. കാരണം നീ വളരെ മോട്ടിവേഷനാണ് എല്ലാവർക്കും. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ നോ പറയില്ല. യെസ് പറഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ അതിന്റെ വരും വരായികളെ കുറിച്ച് പറയുക. ഇത്രയൊക്കെ സൂചിപ്പിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം ഓർമ്മിച്ച് വെക്ക്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കണം. എങ്കിൽ മാത്രമേ ആ കോളത്തിൽ നിന്റെ പേര് എഴുതൂ, യെസ് പീപ്പിളുടെ കോളത്തിൽ. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, എൻജോയ്. ഒരു റൂമിൽ നമ്മൾ എത്ര കാലം ഒരുമിച്ച് കഴിഞ്ഞ്
ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ എത്ര കാലം ഉണ്ട്? ഒരു പായൽ വേണ്ട, ഒരു ബെഡിൽ എത്ര കാലം നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി? എന്നിട്ടും നീ ആരാണെന്നറിയാൻ എത്ര കാലം വൈകിയടാ. നിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള സാമ്പാർ, ലോകത്തിലെ ബെസ്റ്റ് സാമ്പാർ, അതും കൂട്ടി എത്ര ഉരുളയാടാ ഈ കൈ കൊണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ അമ്മയുടെ മോൻ ആരാണെന്നറിയാൻ അവസാനം അദ്ദേഹം വേണ്ടി വന്നു. നമ്മൾ ഓഫീസിലേക്ക് രാജമൗലി സാറ് കയറി വന്നിട്ടുള്ള ആ നിമിഷം ഇന്ന് നീ എൻ്റെ ശരീരത്തിലേക്ക് നോക്ക്, രോമാഞ്ചം കൊണ്ട് എൻ്റെ കണ്ണ് നിറയാണ്. നിൻ്റെ മോന്തക്കിട്ടൊരു പെട. എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം നിനക്ക് ഓർമ്മല്ലടാ, എവിടെയായിരുന്നു മോനെ നീ? എത്ര കാലം ഞാൻ എവിടേക്ക് അലഞ്ഞു? അവസാനം ആ പ്രഭാസനെ വെച്ചിട്ട് എടുക്കേണ്ടി വന്നില്ലേ എൻ്റെ ബാഹുബലി? നീ ആയിരുന്നില്ലേ എൻ്റെ ബാഹുബലി എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ആ ചോദ്യം കേട്ടപ്പം ബാഹുബലി സിനിമയിലെ കൊട്ടാരം കിടുങ്ങിയ പോലെ നമ്മൾ ഓഫീസ് അതിൻ്റെ ഓരോ മണൽത്തരികളും ഓരോ ഇഷ്ടികയും ഓരോ ഹോളോ ബ്രിക്സും കിടന്ന് കുലുങ്ങുകയായിരുന്നു. അതുപോട്ടെ, നീ ഫ്രൈഡേസിൽ റെൻ്റ് കാർ റൂമിൽ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഫെരാരി കാർ എടുത്തിട്ട് ബൈപ്പാസ് റോഡിലൂടെ നടത്തുന്ന കസർത്ത് കണ്ടിട്ട് ഹോളിവുഡ് നാൾ വന്നില്ലടാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8, 9, 10, 11 4 സിനിമക്ക് ഒറ്റയടിക്ക് കോൺട്രാക്ട് ഇടാന്ന് പറഞ്ഞിട്ട് അന്ന് നീ പറഞ്ഞിട്ടുള്ള വാക്ക്, എനിക്കെൻ്റെ റേഡിയോ, എൻ്റെ ദുബായ്, എൻ്റെ ലിസണേഴ്സ്, അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർ, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എനിക്കൊരു ഹോളിവുഡില്ല, ലോസ് ഏഞ്ചലസും വേണ്ട എന്ന് പറഞ്ഞ് നീ മാറ്റി വെച്ചിട്ടുള്ളത്. അതും പോട്ടെ, അവസാനം ഇപ്പം നാട്ടിൽ 2 മുഴ സിനിമ എടുക്കുക. ആ സമയത്ത് ലാലേട്ടനേക്കാൾ കൂടുതൽ വലത്തെ സൈഡിലേക്ക് വളഞ്ഞു കിടക്കുന്നത് നീയാണെന്ന് കേട്ടപ്പം അവിടുന്ന് കാസ്റ്റിംഗ് കോളിൻ്റെ ആളുകൾ വന്നില്ലടാ. നീ പറഞ്ഞെന്താ, ലാലേട്ടന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ദുര്യോധൻ്റെ വേഷം ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എത്ര കാലമായിടാ നീ ജീവിക്കുന്നു? ഇനിയൊരു 100 ആയുസ് പോട്ടെ, 100 ആവണ്ട, ഫ്രീ അല്ലേ, 1000 വർഷം നീ ഇതുപോലെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സുമുഖനായി സുന്ദരനായിക്കോട്ടെ ഇനിയും ജീവിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അളിയ, ഹാപ്പി ബർത്ത്ഡേ. Hey Mithun, happy birthday. God bless you. I thought മിഥുനെ ഏറ്റവും കൂടുതൽ വണ്ടിയിലിരുന്നല്ലേ കേൾക്കുന്നത്. സോ വണ്ടിയിരുന്ന് തന്നെ മിഥുനെ വിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഗോഡ് ബ്ലെസ്. ഹായ് മിഥുൻ. നമ്മളെ പ്രതീക്ഷയില്ലല്ലോ. ദുബൈയുടെ സ്വന്തം മിഥുന് ഞങ്ങളുടെ 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. Happy birthday to you. Happy birthday to you. Happy birthday to you, Mithun. അപ്പോൾ മിഥുൻ, വിഷ് യു എ വെരി 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 ഹാപ്പി ബർത്ത്ഡേ. നീ ഇനിയും പടർന്ന് പന്തലിച്ച് പാരീസിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ കൊണ്ടുപോകാനുള്ള യോഗം, ഒരുപാട് സിനിമകളിൽ ഇനിയും നിനക്ക് ശോഭിക്കാനുള്ള അവസരം, എൻ്റെ ബ്യൂട്ടിഫുൾ ടീമിനെ ഒരുപാട് കൊല്ലം ഹാപ്പി ആയിട്ട് മാനേജ് ചെയ്യാനുള്ള യോഗം എല്ലാം നിനക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഡാ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday dear Mithun. Happy birthday to you. Happy birthday. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞിട്ടുള്ളത് ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോഴാണ്, LKG പഠിക്കുന്ന കാലത്തായിരുന്നു. അതിനുള്ള ഫുൾ ക്രെഡിറ്റും മിക്കുവിനാണ്. വീട്ടിൽ മറ്റേ ടി വി വെച്ചിരുന്നൊരു TV സ്റ്റാൻഡിലാണ്. TV സ്റ്റാൻഡിൻ്റെ ഡോറുണ്ട്. അപ്പോൾ ഈ മിക്കു അന്നേ ഭയങ്കര കുസൃതിയായിരുന്നു. അപ്പോൾ ഈ ഡോറിൽ തൂങ്ങി കളിക്കുന്നൊരു ശീലം പണ്ട് തൊട്ടേ മിക്കുവിനുണ്ടായിരുന്നു. പല പ്രാവശ്യം പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്, എന്നിട്ടും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ മടിയിലിരിക്കുകയാണ്, മിക്കു ഇങ്ങനെ ഡോറിൽ പിടിച്ച് തൂങ്ങി എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ TV ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ മിക്കു പിടിച്ചിരിക്കുന്നതിൻ്റെ ഇത് വെച്ചിട്ട് TV അങ്ങ് മറിഞ്ഞ് വീഴാൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതിൽ TV രക്ഷിക്കാൻ വേണ്ടി എന്നെ എടുത്ത് ടിവിയുടെ അടിയിലേക്ക് എറിഞ്ഞു, ചാടി TV പിടിക്കാൻ വേണ്ടിയിട്ട്. TV രക്ഷിക്കാൻ പറ്റിയതുമില്ല. TV വന്ന് എൻ്റെ കാല് വീണ്, എൻ്റെ കാലൊടിഞ്ഞു. അന്ന് കാല് ഒടിഞ്ഞു. അന്ന് രാത്രി വീട്ടിൽ മാമനും അച്ഛനുമൊക്കെ വന്നപ്പം മിക്കു പേടിച്ചിരിക്കുകയാണ്, കാരണം എൻ്റെ കാലൊടിച്ചതിനുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ മാമൻ വന്ന് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, മിക്കു പേടിച്ച് മൂത്രം ഒഴിച്ചു എന്നുള്ളതാണ് ശരിക്കും നടന്ന സംഭവം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ വന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, കാരണം എല്ലാവരും കൂടി പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുകയായിരുന്നു. സോ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരിക്കലേ എൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഒടിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതിനുള്ള ഫുൾ ക്രെഡിറ്റും
മിക്കുവിനാണ് കൊടുക്കുന്നത്. ഇത് ഒരു സംഭവം, ഇതുപോലെ പല പല സംഭവങ്ങളുണ്ട്. ഞാൻ പണ്ട് പറയാനുള്ളതാണ്, ഈ ക്രിക്കറ്റ് കളിക്കുമ്പോഴായാലും എന്ത് കളിക്കുമ്പോഴായാലും ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന ഇത് വെച്ചിട്ട് മിക്കുവിനെ മോങ്ങി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സംഭവം. അത് പണ്ട് തൊട്ടുള്ളൊരു ശീലമായിരുന്നു. എന്തെങ്കിലും കളിച്ച് തോറ്റ് കഴിഞ്ഞാൽ അപ്പം മുങ്ങിക്കൊണ്ട് പോകും. പിന്നെ നമ്മളെ കളിച്ച് തീർക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ നമ്മളെ എപ്പോഴും ഒരു റൂമിലായിരുന്നു പണ്ട് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ തമ്മിൽ അടി ഉണ്ടാവുമായിരുന്നു. ചെസ്സ് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിട്ടുണ്ട്, ക്യാരംസ് കളിച്ച് അടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കൽ ഇതുപോലെ ചുമ്മാ കളിക്ക് അടി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് കയറി കിടന്നു. അപ്പോൾ ഈ മിക്കു ഓടി വന്ന് സ്കെയിൽ വെച്ച് എൻ്റെ കൈ കുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ കൈ എടുത്ത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ കുത്തിയത് നേരെ അച്ഛൻ്റെ വെറുതാണ്, ഉറങ്ങി കിടന്ന അച്ഛൻ്റെ വെറുതാണ്. അച്ഛൻ ചാടി എഴുതി ഒരു 4-5 അടിയും കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീരമായ രസകരമായ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇത്രയും ആത്മാർത്ഥതയോടെ ചിരിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മിഥുന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. നമസ്കാരം മിഥുൻ. ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. എൻ്റെ പണ്ട് മുതലേ നമ്മൾ കുട്ടിക്കാലം മുതലേ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ഞാനും മിഥുനും തമ്മിലുള്ളൊരു ബന്ധം എന്നാന്ന് ചോദിച്ചാൽ, രണ്ടുപേരും നല്ല ഫുഡീസാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും കണ്ണ് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണട വെച്ച് നിൽക്കുന്ന. ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും, മിഥുൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. പൊളിക്ക് ബ്രോ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday dear Miku. Happy birthday to you. ഊട്ടി പോയപ്പോ 50 മുട്ട പുഴുങ്ങിയത് തിന്നത് ഓർമ്മയില്ലേടാ നിനക്ക്? ഞങ്ങളുടെ മോങ്ങി മിക്കുവിന് ഇത്രയും വർഷങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മകളുടെ ഓരോ താളും കൂട്ടി തന്നതിന് ഞങ്ങളുടെ മോങ്ങി മിക്കുവിന് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. This is just to say happy birthday Miku. Happy birthday Miku. Happy birthday മോനെ മിക്കു. Happy birthday. Happy birthday ചിറ്റപ്പ. Mr. Mithun, today is such a lovely day, and I need to say that you're such a nice human being I've ever met. Your voice is fabulous, that we all know from the radio, but your heart is also equally good, and you've got a glowing eyes, and I've seen you always cheerful. You travel through the night, you walk all through the day, and you meet me, and you're all in smiles, and you spread so much of happiness. And Mithun, you're such a lovely person, and I know that you're a family man and you like your wife and kid, and I don't know, you're such a superhuman being, that how do you get time to work so much? You do acting, you do anchoring, you manage a radio station, you manage a family, and you're always happy, and you do so many things, and I'm sure that you will achieve lots and lots more in life. Let God give you health, wealth, happiness, and the biggest of all, sharing the joy that we do. So wish you a very happy birthday from me, my wife Lini, son Rohit and Riya. Blast the day and be happy as usual you are. Happy birthday to you. Happy birthday to you. Happy birthday dear Mithun. Happy birthday to you. Happy birthday. അറിയാ ചിഞ്ചു എന്തൊക്കെയാണ് സർപ്രൈസസ് നിനക്ക് തന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ സർപ്രൈസ്ഡ് ആയെന്ന് വിചാരിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. We have to say you are an amazing person. നീ ഒരുപാട് നമ്മളെ സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അത്ര അമേസിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കറിയാം, എന്റെ കുറെ ടാൻട്രംസ് അവൻ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആസ് എ ബോസ്, ആസ് എ പേഴ്സൺ, we really love you. You have a fantastic birthday. അളിയ അപ്പൊ എൻജോയ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Happy birthday, Mithun uncle. Have a great day. Mama, I love you. ഹായ്. Hi. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുബായിയുടെ സ്വന്തം മിഥുന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള എല്ലാ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്.
Happy birthday, Midun. Have a great, awesome day. ഹാപ്പി ബർത്ത്ഡേ. നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീ നല്ലൊരു ഹസ്ബൻഡാണ്, നീ നല്ലൊരു ഫാദറാണ്, നീ നല്ലൊരു ആക്ടറാണ്, അറിയണ്ട, നീ നല്ലൊരു റേഡിയോ പ്രസൻറ്ററാണ്, നീ നല്ലൊരു TV പ്രസൻറ്ററാണ്, നീ നല്ലൊരു പ്രോഗ്രാമിംഗ് ഡയറക്ടറാണ്, നീ നല്ലൊരു സ്റ്റേജ് പ്രസൻറ്ററാണ്. എൻ്റെ ദൈവമേ, നീ ഒരു സംഭവമാണ്, മനസ്സിലായ? പിന്നെ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് നിനക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് അറിയില്ല ഒരു മനുഷ്യന് ദൈവം കൊടുക്കോ എന്നുള്ളത്. ഇനി അഥവാ തന്നാൽ തന്നെയും നിന്റെ ലൈഫിൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡാ. അളിയാ മിക്കു മച്ചു നമസ്കാരം. അല്ലെ നമുക്ക് 18 വർഷം നമുക്ക് രണ്ടുപേരും നമ്മൾ അറിയാം അല്ലേ? അതൊക്കെ മൊത്തത്തിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എടുക്കും സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാനായിട്ട്. സോ എന്തായാലും ഈ ഒരു വൈകിയ വേളയിൽ അളിയന് ഒരു ബർത്ത്ഡേ പറയാനാണ് ഞാൻ വന്നത്. 18 വർഷത്തിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എതിരിട്ടുണ്ട്. അളിയൻ തന്നെ സ്വന്തമായിട്ട് മോഹൻലാൽ ആണെന്ന് നീ അവകാശപ്പെട്ട് നമ്മുടെ കോളേജ് നടന്നുകൊണ്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു നിന്നോട് നിന്ന് ഞാൻ ജയിക്കാനായിട്ട്. പക്ഷെ അന്ന് തുടങ്ങി നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അളിയ. ഈ പറഞ്ഞ പാവപ്പെട്ട കട്ടപ്പെടുത്ത് പോലും ബാഹുബലി ക്ഷമിച്ചു. എന്നിട്ട് പോലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റൂലേ അളിയ? ചുമ്മയാണ് പറഞ്ഞത് അളിയ. നീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് അറിയാം, എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ മിഥുനെ അല്ലെങ്കിൽ നിന്നെ അറിയാവുന്ന നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നിന്നോട് സംസാരിച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് ഒരു ബെസ്റ്റ് 3 ഫ്രണ്ട്സിന്റെ പേര് വയ്ക്കുകയാണെങ്കിൽ ഐ എം ഷുവർ യുവർ നെയിം വിൽ ഡെഫിനറ്റ്ലി പോപ്പ് അപ്പ്. And that's what you are. Because you've been always busy. അളിയൻ നമ്മുടെ ഓഫീസിൽ ഒന്ന് ഷോ ചെയ്യുന്നുണ്ട്. യു ആർ ദ പ്രോഗ്രാമിംഗ് ആയിട്ട് യു കം ഫോർ ദ മീറ്റിംഗ്സ്. ദെൻ എന്താ പറയുക, നാട്ടിൽ പോയി കോമഡി ഉത്സവം ചെയ്യും, അല്ലാണ്ട് ഒരു 500 പിന്നെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ബട്ട് ഐ ഹാവ് നോ ഐഡിയ ഹൗ യു ഡു ഇറ്റ് മാൻ. You are amazing. I'm being very honest, you are really amazing. And you still keep time for your family. Tanvi, you're amazing. Keep doing the same what you're doing. All the best. ഒരു ഭയങ്കര തിരക്കായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര സന്തോഷമുള്ള, ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം അളിയൻ നേരെയാണ്. There are a couple of more people also would like to wish you. Okay? Can I have Advait and Shari here? Please come. So say hi. Hi, Uncle. So we want to wish. Say on 3. Okay? Happy birthday. 1, 2, 3. Happy birthday, Mithun. Happy birthday to you. Happy birthday, Mr. Midun. Tadiya. Parnala adichu kodukka. Hello. Happy birthday to you. Happy birthday to you. Happy birthday, dear bro. Happy birthday to you. Super bro, keep rocking like how you've been rocking always. And happy birthday to you, Jenna. Keep inspiring everyone like how you inspired us. We love you. പ്രിയ സുഹൃത്തെ, ഈശ്വരൻ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ. നിൻ്റെ ഈ ജന്മദിനത്തിൽ നിനക്കെല്ലാ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ്റെ പ്രാർത്ഥനയായാലും അനുഗ്രഹത്താലും നിനക്കും നിൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കേട്ടോടാ, വെരി മെനി ഹാപ്പി റിട്ടേൺസ് ഓൺ ദ ഡേ.